നാളുകളിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അടൂർ വിഭാഗത്തിലെ ആളുകൾ അവരുടെ സംസ്ഥാന കമ്മിറ്റി തയ്യാറാക്കിയ ലഘുലേഖകൾ വിതരണം ചെയ്തു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മതപരമായ ഒരു ബാധ്യത അവിടെ ഉയരുകയാണ്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശം എന്റെയും നിങ്ങളെയും പോലെയുള്ള എന്റെയും നിങ്ങളുടെയും മുടി പോലെയുള്ള ഒരു മുടിയല്ല എന്നത് ആരാ പഠിപ്പിച്ചത്? സ്വഹീഹായ ഹദീസ്. സ്വഹീഹായ ഹദീസ് എന്ന് പറഞ്ഞാൽ വഹിയാണ്, അല്ലാഹുവിൽ നിന്നുള്ള വഹിയാണ്. ഈ വിഷയം വന്ന സന്ദർഭത്തിൽ വളരെ കൃത്യമായി മുജാഹിദ് പ്രസ്ഥാനം ഞങ്ങളുടെ സഹോദരരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഒന്നിച്ചു നിന്നപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് 2002 ഇവർ പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് ഒന്നിച്ചു നിന്നപ്പോൾ കേരളീയ സമൂഹത്തെ തബറുക്ക് എന്ന വിഷയം പഠിപ്പിച്ച പുസ്തകമാണ് എന്റെ കയ്യിലുള്ളത്. തബറുക്ക് അർത്ഥവും യാഥാർത്ഥ്യവും എന്ന ഒരു ഷെയ്ഖ് എഴുതിയിട്ടുള്ള, അതെ, അലി ബിൻ സുഫയ്യൽ അൽബാനി എഴുതിയിട്ടുള്ള ഈ പുസ്തകം, അതിന്റെ പരിഭാഷ കേരളീയ സമൂഹത്തിന് അടൂർ വിഭാഗത്തിന്റെ പ്രസിദ്ധീകരണാലയം എന്നവർ അവകാശപ്പെടുന്ന യുവതയാണ് ഇറക്കിയിട്ടുള്ളത്. യുവത ഈ പുസ്തകത്തിലൂടെ എന്താണ് തബറുക്ക് എന്ന് പഠിപ്പിച്ചു. അർത്ഥവും യാഥാർത്ഥ്യവും എന്ന പേരിലൂടെ ഈ പുസ്തകം, ഇതിൽ വളരെ കൃത്യമായി മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയുടെ പ്രാധാന്യം എടുത്തു പറയുന്നു, വിയർപ്പിന്റെ പ്രാധാന്യം എടുത്തു പറയുന്നു. അപ്പോൾ പറഞ്ഞു, അന്ധവിശ്വാസികൾ എന്ന് പറഞ്ഞുകൊണ്ട് കേരള ഇടവത്തിൽ മുജാഹിദീൻ പ്രവാചകന്റെ മുടി ഓടിയൊഴിക്കില്ലെന്നും അതിന് ബറക്കത്തുണ്ടെന്നും സ്വഹീഹായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞപ്പോ അന്ധവിശ്വാസത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് ആരോപണം ഉന്നയിച്ചപ്പോ നമ്മൾ വിനീതമായി പറഞ്ഞു, എങ്കിൽ ആദ്യം ചുട്ടുകരിക്കേണ്ടത് യുവതയുടെ പുസ്തകമാണ്. യുവതയിൽ പുസ്തകം ഇറക്കിയത് അന്ധവിശ്വാസം പ്രചരിപ്പിക്കാനാണോ എന്ന് ആവർത്തിച്ച് ചോദിക്കുകയുണ്ടായി. പക്ഷെ യാതൊരു പ്രതികരണവുമില്ല. അങ്ങനെ വളരെ കൃത്യമായി ഈ വിഷയം സമൂഹത്തിന് പഠിപ്പിക്കേണ്ടി വന്നു. മാത്രമല്ല, മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറുകൾക്ക് അവർ പ്രത്യേകത കൽപ്പിച്ച കാര്യം ഹദീസുകൾ ഉദ്ധരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ഈ പുസ്തകവും ഹദീസുകളുമൊക്കെ ജനങ്ങളിലേക്ക് കൊടുത്തപ്പോ അപ്പുറത്തെ പ്രസംഗകൻ കുടുങ്ങി. എന്താ ഇപ്പൊ ചെയ്യാ? ആൾക്കാർ ഈ പുസ്തകം വാങ്ങാൻ തുടങ്ങി, ഹദീസുകൾ നോക്കാൻ തുടങ്ങി, അതില്ലാന്നിട്ട് പറയാനും പറ്റുന്നില്ല. അപ്പോൾ അൽഹംദുലില്ലാഹ് ഖണ്ഡനം കൊണ്ട് പ്രയോജനമുണ്ട്. ഇവിടെ സംസാരിച്ച അലി മദനി കക്കാട് വെച്ച് സംസാരിച്ചൊരു രംഗം നിങ്ങളൊന്ന് കാണുക. അദ്ദേഹം പ്രവാചകന്റെ ശരീരത്തിലെ വിയർപ്പെടുത്തു എന്നതാണ്. ഉമ്മുസുലൈം പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം മഹ്റമാണ്. അവരുടെ വീട്ടിൽ പ്രവാചകന് കിടന്നുറങ്ങാൻ പ്രത്യേകം കട്ടിലുണ്ടായിരുന്നു. അവരില്ലാത്ത സമയത്തും പ്രവാചകൻ അവിടെ വന്ന് കിടന്നുറങ്ങാറുണ്ടായിരുന്നു. ഒരു ദിവസം ഉമ്മുസുലൈമയുടെ വീട്ടിൽ പ്രവാചകൻ കിടന്നുറങ്ങുമ്പോൾ പ്രവാചകൻ ഉണർന്നു. ആ ഉണർന്നിട്ട് പ്രവാചകൻ ഉമ്മുസുലൈമ വിയർപ്പ് ഒരു കാറൂറത്തിലാക്കുകയാണ്. ഈ സമയത്താണ് പ്രവാചകൻ ഉണർന്നത്. ഉണർന്നിട്ട് എന്താ ഉമ്മുസുലൈമ നീ ചെയ്യുന്നത്? പ്രവാചകന്റെ ചോദ്യമാണ്. അപ്പൊ പ്രവാചകനോട് ഉമ്മുസുലൈം പറഞ്ഞു, കാലത്ത് ഇത് നിങ്ങളുടെ വിയർപ്പാണ്. ആ വിയർപ്പ് ഞാൻ കുപ്പിയിലാക്കി അത് ഞങ്ങൾ സുഗന്ധമായി ഉപയോഗിക്കാറുണ്ട്. അത് ഏറ്റവും നല്ല സുഗന്ധമാണ്. ഇത്രയുമാണ് ഉമ്മുസുലൈമ പറഞ്ഞിട്ടുള്ളത്. പ്രവാചകന്റെ വിയർപ്പ് ഉമ്മുസുലൈമ ചെറിയൊരു സെന്റർ കുപ്പിയിൽ ശേഖരിച്ചു വെച്ചു. പ്രവാചകന്റെ ചോദ്യം, എന്താ നീ ചെയ്യുന്നത്? ഇത് നിങ്ങളുടെ വിയർപ്പ്, ഞങ്ങൾക്കത് സുഗന്ധമാണ്. അത് അവരിൽ അവർ തീർന്നു. അതിൽ ബർക്കത്തുണ്ട് എന്ന് ഉമ്മുസുലൈം പഠിപ്പിച്ചിട്ടില്ല. ഉമ്മുസുലൈം പഠിപ്പിച്ചിട്ടില്ല അതിൽ ബർക്കത്തുണ്ട് എന്ന്. അതിൽ ബർക്കത്തുണ്ട് എന്ന് ഉമ്മുസുലൈം പഠിപ്പിച്ചിട്ടില്ല. ഉമ്മുസുലൈം പഠിപ്പിച്ചിട്ടില്ല അതിൽ ബർക്കത്തുണ്ട് എന്ന്. അതിൽ ബർക്കത്തുണ്ട് എന്ന് ഉമ്മുസുലൈം പഠിപ്പിച്ചിട്ടില്ല. ഉമ്മുസുലൈം പഠിപ്പിച്ചിട്ടില്ല അതിൽ ബർക്കത്തുണ്ട് എന്ന്. അപ്പോ കേട്ടല്ലോ, ഹദീസ് അങ്ങനെ തന്നെ ഉദ്ധരിച്ചു. അത് ഞങ്ങൾക്ക് സുഗന്ധമാണ്. അത് അവരിൽ അവസാനിച്ചു. ആർക്കാ തർക്കം? മുജാഹിദ് പ്രസ്ഥാനത്തിന് തർക്കമുണ്ടോ? പ്രവാചകന്റെ വിയർപ്പിരുന്നുണ്ടോ? സംശയമല്ല. അത് അവരിൽ അവസാനിച്ചു. അവർ അത് സുഗന്ധമായി കണ്ടു. ആരാ പറഞ്ഞത്? അലി മദനി. പിന്നെ എന്താ പറഞ്ഞത്? അതിൽ ബറക്കത്തുണ്ട് എന്ന് ഉമ്മുസുലൈം പഠിപ്പിച്ചിട്ടില്ല. ഇതാ നമുക്ക് തിരുത്താം. ഉമ്മുസുലൈം അതിൽ ബറക്കത്തുണ്ടെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്.
ഉമ്മു സുലൈം അതിൽ ബറക്കത്തുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതാ രേഖ. ആ ഹദീസ് അങ്ങനെ തന്നെ ദ്രുവത എടുത്തു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അലി മദനിക്ക് തിരുത്താം. ഞങ്ങൾ സംവാദം നടത്തുന്ന വ്യക്തിഹത്യ നടത്താനല്ല, ഏതെങ്കിലും പ്രസ്ഥാനങ്ങളെ അപമാനിക്കാനല്ല, സത്യം ജനങ്ങൾക്ക് മനസ്സിലാകാനാണ്. ഈ കക്കാട് ടൗണിൽ വെച്ച് പ്രസംഗിച്ച പ്രസംഗമാണ് നിങ്ങൾ കേട്ടത്. ആവർത്തിച്ചു കേൾപ്പിച്ചു. അതിൽ ബറക്കത്തുണ്ടെന്ന് ഉമ്മു സുലൈം പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ ഉമ്മു സുലൈം പറഞ്ഞ ആ കാര്യം തബറുക്ക് അർത്ഥവും യാഥാർത്ഥ്യവും എന്ന പുസ്തകത്തിന്റെ 16-ാമത്തെ പേജിൽ നമുക്ക് ആ ഹദീസ് കൃത്യമായി കാണാൻ പറ്റും. വിശദമായി പറഞ്ഞ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിയർത്തതിനാൽ വിരിപ്പിലുണ്ടായിരുന്ന തോലിയുടെ കഷ്ണത്തിൽ വിയർപ്പ് കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അവർ തന്റെ സുഗന്ധദ്രവ്യ ചെപ്പ് തുറന്നു. എന്നിട്ട് ആ വിയർപ്പ് ഒപ്പിയെടുത്ത് കുട്ടികളിൽ തിരിഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർന്നു. അവിടുന്ന് ചോദിച്ചു, ഉമ്മു സുലൈം നീ എന്ത് ചെയ്യുന്നു? അവർ പറഞ്ഞു, ഞങ്ങൾ അതിന്റെ ബറക്കത്ത് ഞങ്ങളുടെ കുട്ടികൾക്ക് പ്രതീക്ഷിക്കുന്നു. ഉമ്മു സുലൈം അതിൽ ബറക്കത്തുണ്ടെന്ന് പഠിപ്പിച്ചിട്ടില്ല. അലി മദനിയുടെ പ്രസ്ഥാനമിറക്കിയ പുസ്തകത്തിൽ മുസ്ലിമിന്റെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ഞങ്ങൾ അതിന്റെ ബറക്കത്ത് ഞങ്ങളുടെ കുട്ടികൾക്ക് പ്രതീക്ഷിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ചെയ്തത് ശരിയാണ്. നീ ചെയ്യുന്നത് 2 പ്രാവശ്യം ചോദിച്ചു ഒരു പ്രസംഗത്തിൽ. ഞാൻ എന്താ ഈ കാട്ടുന്നതെന്ന് മനുഷ്യന്മാരെ കേൾക്കുന്നവന് വിചാരിക്കണം. നീ ചെയ്തത് ശരിയാണ്, ഞാനത് എന്റെ സുഗന്ധദ്രവ്യവുമായി ചേർക്കും എന്നവർ പറഞ്ഞത് മറ്റൊരു വിധത്തിലുണ്ട്. മുസ്ലിം 1587 വിനീതമായി ഇവിടെ കേരള നേതൃത്വത്തിൽ മുജാഹിദ്